ഭാരതം ലോകത്തിന് സമ്മാനിച്ച അമൂല്യമായ സംഭാവനയാണ് യോഗ. യുഎഇയിൽ നടന്ന 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. അറബ് ലോകം യോഗയെ ഏറ്റെടുക്കുന്ന കാഴ്ചയ്ക്കാണ് യുഎഇ സാക്ഷ്യം വഹിച്ചത്. ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗയെ ഹൃദയത്തോട് ചേർക്കുകയായിരുന്നു പ്രവാസ ലോകവും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ അബുദാബിയിലെ ലൂവർ മ്യൂസിയത്തിന്റെ താഴേക്കൂടത്തിന് കീഴിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് പേർ യോഗ ചെയ്യാൻ ഒത്തുകൂടി. ഇന്ത്യൻ എംബസിയുടെയും മ്യൂസിയത്തിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ അടക്കമുള്ളവർ പങ്കെടുത്തു. Really very happy to be able to join so many of you today in Abu Dhabi. I happen to be here today and I heard about the event. And I agree with you that yoga is an Indian tradition, but I think it has now become truly a universal practice. We are very pleased to see in the last 10 years how the International Day of Yoga has acted as a motivation, as a magnet, as a method of really gathering people, spreading the practice, actually in a way, keeping the planet happier, healthier, more connected. So it's really for me a great pleasure to join you all this evening. ദുബായിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും FOI ഈവൻസിന്റെയും നേതൃത്വത്തിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലായിരുന്നു പരിപാടി. വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും യോഗ പരിശീലന സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമായി. ഭാരതം ലോകത്തിന് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി കൊടുത്ത ഏറ്റവും വലിയ ഒരു ബൂണാണ് ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത്. അതിവിടെ നമുക്ക് പ്രദർശിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റി. അതിൽ നമുക്ക് FOI മെമ്പർ എന്നുള്ള രീതിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ. വിദ്യാർത്ഥികൾ, വനിതകൾ എന്നിവരടക്കം 7000ഓളം പേരാണ് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായത്. ഇന്ത്യൻ സമൂഹത്തിന് പുറമെ 40 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ധ്യാനം, വിവിധ യോഗാ പദ്ധതികൾ എന്നിവയുടെ പ്രദർശനമായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. Happy International Yoga Day. Today, Indians show me the strength and together, because what we see today, it's more than 701,000 people here. It's amazing. Everyone needs yoga because it gives us balance of the body and spirit. It's both attached to each other. അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ പ്രദർശനം. ഇറാൻ, സെർബിയ, സുഡാൻ തുടങ്ങിയ 9 രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സ് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമുള്ള കാര്യക്രമങ്ങൾ പാലിച്ചായിരുന്നു പരിപാടി. ഇന്ത്യക്കാരല്ലാത്ത മറ്റു 10 രാജ്യത്തുള്ള ആൾക്കാരാണ് ഇന്നിവിടെ പ്രോട്ടോകോൾ മാത്രം ചെയ്യാൻ വന്നത്. 5 പ്രോട്ടോകോൾ സെഷനായിട്ട് ഇതിനെ വേർതിരിച്ചിട്ട് ആ മെസ്സേജ് ഓരോന്നായിട്ടും ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രാക്ടീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കൊടുത്തു. അതാണ് ഈ 5000 ആൾക്കാരിലേക്ക് എത്തിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 മാസത്തോളം 2 മാസത്തോളം ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്തിട്ട് അതിന് ഒരു 100ഓളം ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് ഇന്നിവിടെ കണ്ടത്. യോഗയെ സ്നേഹിക്കുന്നവരുടെ മാസങ്ങൾ നീണ്ട കഠിന പ്രയത്നമായിരുന്നു ഇത്തരമൊരു വേദിയിൽ ഇത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗാ ദിനാചരണം. അല്ലെങ്കിൽ 2 മാസം മുമ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു ടീം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കൗൺസിലേറ്റ് സപ്പോർട്ട് എന്ന് വെച്ച് നമ്മൾ ടീം ഉണ്ടാക്കി അതിന് ശേഷം വർക്ക് ചെയ്തു. വേറെ ടീം സ്റ്റേജ് ഹോളാവട്ടെ അങ്ങനെ ടീം വർക്ക് ചെയ്തിട്ട് ഒരു ടീം സെറ്റാക്കിയ ശേഷം ഞങ്ങൾ എല്ലാ സ്കൂളിലേക്ക് ബന്ധപ്പെട്ടു, പബ്ലിക്കിൽ കൊടുത്തു, സോഷ്യൽ മീഡിയ, പിന്നെ നമ്മുടെ മീഡിയ സെക്ടേഴ്സ്, പ്രസ് കോൺഫറൻസ് എല്ലാം വിളിച്ച ശേഷം കുറേ ആൾക്കാർ ക്രൗഡിലേക്ക് എല്ലാവർക്കും എത്തി. അപ്പോൾ ഇന്നലെ തൊട്ട് ആൾക്കാർ ഇനി വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി യോഗ ഡേയിലേക്കെന്ന്. യുഎഇയിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ ഏകതയും യോഗാ ദിനാചരണം വിപുലമായി ആഘോഷിച്ചു.
ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ 5000-ഓളം പേരാണ് പങ്കെടുത്തത്. 2015 തൊട്ടിട്ട് ഏകത കണ്ടിന്യൂസ് ആയിട്ട് നടത്തി വരുന്ന യോഗ ഇവൻ്റാണിത്. ഇപ്രാവശ്യം നമുക്ക് വളരെ നല്ല നല്ല VIPs നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഭാരത ലോകത്തിന് സമ്മാനിച്ച അത്ഭുതങ്ങളിൽ ഒന്നാണ് യോഗ. അത് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു, എല്ലാ രാജ്യങ്ങളിലും എത്തിയിരിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു UAE-യിലെ അന്താരാഷ്ട്ര യോഗ ദിനാചരണം. നമസ്തേ റിവേയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാഴ്ചകളുമായി തിരികെ എത്താം.